എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബോംബെ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ബോംബെ സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ്. നമ്മുടെ ബിരിയാണിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ആണിത് ചെയ്യുന്നത്. നല്ല സ്പൈസിയാണ്, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ കേരള ബിരിയാണിയായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക്, മല്ലി, സാജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലം, ജാതിപത്രി, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ 3-4 വറ്റൽമുളക്, ഒരു ബേ ലീഫ്, ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് ഈ ഒരു മസാല. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും കാണരുത്, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 3 സവാള വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞാണ്. അപ്പോൾ അത് 3 തവണകളായിട്ടിട്ട് നമുക്കിതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കോരി മാറ്റാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോയാലേ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ മുഴുവൻ സവാളയും വറുത്തെടുത്തു. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാജീരകവും അതുപോലെ 3 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരു 5 ടീസ്പൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് അവസാനം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബോംബെ ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കും. അപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബുകളാക്കിയതും പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഒണിയനിൽ നിന്നും ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർക്കാം. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്ത് എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര്, ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ചെറുതീയിലിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്നിട്ടാണ് നമ്മളിതിലേക്ക് ഇനി തക്കാളി ചേർക്കുന്നത്. 1-2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ വേവൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേവിക്കാം. നന്നായിട്ടിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില, പുതിനയിലൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് മല്ലിയില ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാം. അരി വേവിക്കാനായിട്ടൊരു 3 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷാജീരകവും അതുപോലെ ബേ ലീഫും പട്ടയും ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും ചേർക്കാം. ഒരു 3 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കഴുകിയതിന് ശേഷം. അപ്പോൾ ഈ അരി നമുക്കൊരു 3/4 വേവാവുന്നവരെ കുക്ക് ചെയ്യണം. നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു ഗരം മസാലയൊക്കെ ഒരു തവി വെച്ചിട്ടൊന്ന് കോരി മാറ്റി അങ്ങ് കളയാം. ഒരു ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരി ഒരു 3/4 പരുവത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ബാക്കി ഇനി നമ്മൾ ദം ചെയ്യുമ്പോഴാണിത് വേവുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഊറ്റി എടുക്കാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അത് ഒരു പാത്രത്തിൽ തന്നെ വളരെ കുറച്ച് ഓയിലൊന്ന് താഴെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് തിക്നെസ്സിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഇതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മുന്തിരിങ്ങ അതുപോലെ പ്ലം ഒക്കെ ചേർക്കാറുണ്ട് ചിലർ. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ ഒരു മധുരത്തിൻ്റെ ഒരു ഇതും കൂടെ വരും. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് ഓണിയൻ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പാലിൽ കുങ്കുമപ്പൂ ഒന്ന് ചൂടാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ദോശത്തവയുടെ മുകളിലോ ഓവനിലോ വെച്ചിട്ടോ ദം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് ചെറുതീയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു റൈസൊക്കെ ഒന്നുകൂടെ ഒന്ന് നീളം വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ. നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ബിരിയാണി റെസിപ്പീസ് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്